ഗുഡ് മോർണിംഗ്. ബാക്കിയുള്ളവന്റെ സമയത്തിനൊന്നും ഒരു വിലയില്ലേ? എത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി? ഇപ്പൊ തന്നെ മണി 11:30 ആയി. 11:30 ആവും, ചിലപ്പോ 12:30 ആവും. മിനിറ്റുകൾക്ക് പൊന്നും വിലയുള്ള വക്കീലന്മാർ അങ്ങനെയാ. പൊന്നും വിലയുടെ കാര്യം ഒന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. എന്തേ? രാജാറാം മോഹൻ റായ്, രാംജത്ത് മലാനി, കേളുണ്ണി നമ്പ്യാർ ഇവരാരെങ്കിലും പറ്റി കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാൻ? കോടതി മുറികളെ കിടുകിടാ വിറപ്പിക്കുന്ന അഭിഭാഷക ശിരോമണികൾ ഇന്ത്യ മഹാരാജ്യത്ത് വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. അവരിലെ മോതിര വിരലാണ് എന്റെ ബോസ് അഡ്വക്കേറ്റ് തോമസ് കോര. പിന്നെ സാക്ഷാൽ കോര വക്കീലിന് പോലും വകുപ്പും ചട്ടവും ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ PR നാരായണന്റെ ബ്രെയിൻ ആണെന്ന് ഞാൻ ആരോടും പറഞ്ഞു നടക്കാറില്ലെങ്കിലും അറിയാവുന്നവർക്ക് അറിയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നാരായണൻകുട്ടി, സാർ. CC 115/97 ഇന്നല്ലേ പോസ്റ്റിംഗ് വെച്ചിരിക്കുന്നത്? സാക്ഷികളെല്ലാം എത്തിയിട്ടുണ്ടല്ലോ. OS 405 പ്രൈസ് ഫോർ ടൈം ആപ്ലിക്കേഷൻ കൊടുക്കണം. സാർ. അപ്പൊ ഇന്നിനി കേസുകളൊന്നും എടുക്കണ്ട. സാർ. പിന്നെ എന്റെ നേതൃത്വത്തിലുള്ള എല്ലാ യൂണിയനുകളുടെയും ഓരോ അടിയന്തര എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ അതാത് സെക്രട്ടറിമാർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം. സാർ. എക്സ്റ്റൻഷൻ ഫോൺ യൂസ് ചെയ്താൽ മതി. ശരി സാർ. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടാൻ വരട്ടെ. തൊഴിലാളികളുടെ നിന്ന് പിരിച്ചെടുത്ത ക്ഷേമനിധി പണം സഖാവ് ബോർഡിൽ അടക്കാത്തതിന്റെ കാര്യം അറിഞ്ഞിട്ട് മതി ഇനിയുള്ള പ്രവർത്തനങ്ങൾ. ന്യായമായിട്ടുള്ള ചോദ്യം. പക്ഷെ അതിൽ ഞാൻ ഫണ്ട്സിന്റെ മിസ്അപ്രോപ്രിയേഷൻ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നൊരു ദുസൂചനയുണ്ട്. പക്ഷേ നേതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സെന്റിമെന്റൽ ആകാൻ പാടില്ല എന്ന തത്വത്തിൽ വിശ്വസിച്ച് ഞാൻ മറുപടി പറയാം. ഗവൺമെന്റ് ഓർഡർ AGLW 1465 ഡേറ്റഡ് 15/12/99 പ്രകാരം തൊഴിലാളികളുടെ ക്ഷേമനിധിയിലേക്ക് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 50% സർക്കാർ അടയ്ക്കാൻ പോവുകയാണ്. സർക്കാർ ആ തുക അടച്ചതിന് ശേഷം പിരിച്ചെടുത്ത തുക ഞാൻ ബോർഡിൽ റെമിറ്റ് ചെയ്തോളാം. അതുപോലെ മതി. തൊഴിലാളികൾ എന്റെ ചോറാണ്. അവരുടെ മടിയിൽ കിടന്ന് അന്തിശ്വാസം വലിക്കണമെന്ന് ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. എന്നാ ശരിച്ചല്ലേ? അപ്പൊ ഇന്ന് 6 മണിക്കല്ലേ രഹസ്യ ഗ്രൂപ്പ് യോഗം? പതുക്കെ. പാർട്ടിയുടെ രഹസ്യ യോഗത്തിന്റെ കാര്യം തന്നെ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു കൂടണം. എടോ, ഈ ഗ്രൂപ്പ് കളിയൊക്കെ എന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗ. ബെറ്റർ ഓഫർ വന്നാൽ അപ്പം ഞാൻ ഔദ്യോഗിക ഗ്രൂപ്പിലോട്ട് ചാടും. എങ്ങനെയുണ്ട്? അതെനിക്ക് അറിയാലോ. സാർ ഒരു ജീനിയസ് തന്നെ. ആണോ? പക്ഷെ എനിക്ക് നിയമവും വകുപ്പും ഒക്കെ പറഞ്ഞു തരുന്നത് താനാണെന്ന് പലരോടും പറഞ്ഞു നടക്കുന്നതായിട്ടാണല്ലോ റിപ്പോർട്ട്. ദൈവമേ, അങ്ങനെയല്ല. പിന്നെ സാറിന്റെ ഈ വകുപ്പും ചട്ടവും അടങ്ങുന്ന പുസ്തകം വളരെ ചിട്ടയോടെ അടുക്കി വെക്കുന്നത് ഞാനാണെന്നാ പറഞ്ഞത്. സർവ്വരാജ്യ തൊഴിലാളികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ നിന്നും ഞാനും നിങ്ങളും അടക്കമുള്ള അടിസ്ഥാന വർഗം അച്ചടക്ക നടപടി എന്ന പേരിൽ ഒറ്റപ്പെടുകയും ആട്ടിയിറക്കപ്പെടുകയും ചെയ്യുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കണമോ എന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഭദ്രേട്ടനെ ഒതുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയല്ലേ കാലുമാറി വന്ന മോഹൻ ഗാന്ധിരാമനെ സ്വതന്ത്രന്റെ വേഷം കെട്ടിച്ചതും പിന്തുണ നൽകി ജയിപ്പിച്ചതും. പാർട്ടിക്കും സഖാക്കൾക്കുമെതിരെ കുറുവടിയും ഗുണ്ടാപ്പടയുമായി മപ്പടിച്ച് നടന്ന പാരമ്പര്യം മാത്രമുള്ള മോഹൻ ഗാന്ധിരാമൻ നമ്മുടെ വിയർപ്പ് വോട്ടാക്കി മാറ്റി ജയിച്ചു പോയിട്ട് ചെയ്തതെന്താണ്? ചെയ്യുന്നതെന്താണ്? പാർട്ടി താല്പര്യത്തിനും പൊതുജന താല്പര്യത്തിനും വിരുദ്ധമായി MP ഫണ്ടിൽ നല്ലൊരു പങ്കും പഴയ ഗുണ്ടാപ്പടയ്ക്ക് കട്ടുമുടിക്കാനായി വീതം വെച്ചു കൊടുക്കുകയാണ്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യണ്ടേ? നെറികേട് കണ്ടാൽ, അഴിമതി കണ്ടാൽ മുഖം നോക്കാതെ ചാടി വീഴുന്ന ഈറ്റപ്പുലികളായി നമ്മൾ മാറണം. എനിക്കൊന്നേ പറയാനുള്ളൂ, അഴിമതിയുടെ ആജീവമായ ഗാന്ധിരാമന് ഈ മണ്ണിൽ കാലുകുത്താൻ നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. പ്രിയമുള്ളവരെ, നവജീവൻ മാധവൻ എന്ന മാധവജിയെ തേടി കടൽ കടന്നെത്തിയിരിക്കുന്ന ഈ വിശ്വോത്തര പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെടുന്ന ഈ സുദിനം നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണാധ്യായമാണ്. സന്യാസവും കാഷായവും ഏറ്റവും വലിയ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന 5 സ്റ്റാർ സ്വാമിമാരുടെ ലോകത്ത് മാനവസേവ തന്നെയാണ് യഥാർത്ഥ മാധവസേവൻ തിരിച്ചറിഞ്ഞ മാധവ്ജി. നമ്മുടെ മുഖ്യ അതിഥിയായ മോഹൻ ഗാന്ധിരാമൻ MP ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധവ്ജിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ നവജീവൻ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും മികച്ച സഹകാരിയും വ്യവസായ പ്രമുഖനുമായ ശ്രീ രഘുനന്ദനവർമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, മദർ തെരേസ പാവങ്ങളുടെ അമ്മയായിരുന്നുവെങ്കിൽ മാധവ്ജി അനാഥരുടെയും അശരണരുടെയും കാണപ്പെട്ട ദൈവമാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് മാധവ്ജിയുടെ കൈയും മനസ്സും ചെന്നെത്താത്ത മണ്ഡലങ്ങളില്ല എന്ന് തന്നെ പറയണം.
അനാഥ വാർദ്ധക്യങ്ങൾക്ക് അഭയകേന്ദ്രമാകുന്ന നവജീവൻ ഓൾഡ് ഏജ് ഹോം, സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് സൗജന്യ വൈദ്യസഹായം വാഗ്ദാനം ചെയ്യുന്ന നവജീവൻ ഹോസ്പിറ്റൽ, അങ്ങനെ എത്രയെത്ര സേവന രംഗങ്ങൾ. അപ്പൊ എല്ലാരും ഏറ്റു വിളിച്ചോടും. Go back, go back, ഗാന്ധിരാമൻ, go back. 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 ഗാന്ധിയുമല്ല രാമനുമല്ല, ഗാന്ധിയുമല്ല രാമനുമല്ല, ഗാന്ധിയുമല്ല രാമനുമല്ല, ഗാന്ധിയുമല്ല രാമനുമല്ല. ഓഫീസർ, എന്റെ കുട്ടികളെ തുടരുത്. അവരെന്നെ തടയുകയോ തല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. വോട്ട് ചെയ്തും വോട്ട് പിടിച്ചും എന്നെ പാർലമെന്റിലേക്ക് അയക്കുമെന്നുണ്ടെങ്കിൽ പരസ്യമായി പിടിച്ചു നിർത്തി ഉടുമുണ്ടൂരിയാനും അവർക്ക് അവകാശമുണ്ട്. അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, ഇന്ത്യൻ പോളിറ്റിക്സ്. എന്നാലും ഇത് വേണോ സഖാവേ? ഒരു 5 മിനിറ്റ് ഒന്നിച്ചെന്ന് പറഞ്ഞാൽ തീരാത്ത വല്ല പ്രശ്നവും നമുക്കിടയിലുണ്ടോ? ഇല്ല, മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ. ആ, എന്നാ ഞാൻ വരട്ടെ, കാണാം. എന്താ പറഞ്ഞത്? സഖാവിന് ഞാൻ മാപ്പ് തരണമെന്നോ? മാപ്പ് തരേണ്ടത് ഞാനല്ല, ഇവരാണ്. പിന്നെ സഖാവ് ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ഞങ്ങൾക്ക് നാണക്കേടാ. എന്തൊക്കെയായാലും സഖാവ് ഞങ്ങളുടെ സഖാവല്ലേ. സോറി സർ, അവരെ അക്രമം കാട്ടുന്ന ഓർത്തിട്ട്. പിന്നെ വേറെ എന്താ ഓർക്കേണ്ടത്? എടോ, കാറിൽ നിന്ന് ഇറങ്ങാനും തന്നെ തടയാനും ഞാൻ എത്ര മിനിറ്റ് എടുത്തു? വേണമെന്ന് വെച്ചാൽ 4 ജനത്തിന്റെ മുട്ടുകാലെങ്കിലും തല്ലിപ്പൊളിക്കാൻ അത് തന്നെ ധാരാളമല്ലേ? പക്ഷേ അവര് സാറിന്റെ പാർട്ടിക്കാരാകുമ്പോ. സാറിന്റെ പാർട്ടിയല്ല, നമ്മുടെ പാർട്ടി. പാർട്ടി ഏതായാലും മനുഷ്യൻ നന്നാവണം. നന്നാവാൻ തലവറയില്ലാത്തവരൊക്കെ തല്ലുകൊണ്ട് ചാകണം. തല്ലേണ്ടത് തന്റെ കർമ്മം, തടയേണ്ടത് എന്റെ ധർമ്മം. അണ്ടർസ്റ്റാൻഡ് സർ? ഇതാ നമ്മളെല്ലാം കാത്തിരുന്ന നമ്മുടെ മുഖ്യാതിഥി മോഹൻ ഗാന്ധിരാമൻ എത്തിക്കഴിഞ്ഞു. ഊണിലും ഉറക്കത്തിലും പ്രജാക്ഷേമം മാത്രം പ്രണവമന്ത്രമാക്കിയ ജനനായകൻ ഈ എളിയവനെയും ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും കാണാൻ സമയം കണ്ടെത്തിയതിൽ നാം സന്തോഷിക്കുന്നു. ഇരുന്നാട്ടെ. സത്യത്തിൽ ചിലപ്പോ എനിക്ക് തോന്നും എന്റെ ആനി പറയുന്നതാണ് ശരിയെന്ന്. ഇതൊക്കെ മതിയാക്കി അവനവന്റെ പാട് നോക്കി കഴിയുന്നതാ ബെസ്റ്റ്. ഇന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ വളരെ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ. അതിനിടയ്ക്ക് ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ. ചേന്നങ്കരി ബാറിൽ ഒരു പണിമുടക്ക് ചർച്ച, പിന്നെ ഒരു ഗർഭസത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യല്. പരസ്പരം മനസ്സിലാക്കുന്നവരല്ലേ ഐഡിയൽ കപ്പിൾ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്നെ വിശ്വസിക്കൂ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. കോട്ടിലടച്ച കിളിയെ പോലെ ഇങ്ങനെ ഒരാൾ ഇവിടെ എത്ര നേരം കാത്തിരിക്കാന്ന് വല്ല വിചാരമുണ്ടോ? ഇങ്ങനെ കൂട്ടിക്കേറി ഇരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? വെറുതെ ആനി തോമസ് കോര BSc LLB എന്നൊരു ബോർഡ് വെച്ചതുകൊണ്ടായില്ല. ആ ഗൗൺ എടുത്തിട്ട് കൂടെ കൂടെ കോടതിയിൽ പോണം. ഇനി കേസ് അല്പം കുറവാണെങ്കിൽ തന്നെ വെറുതെ എന്റെ കൂടെ ഓഫീസിൽ വന്നിരുന്നൂടെ? ഇനി അതൊന്നുമല്ല, ഒരു ഹോബിക്കാണെങ്കിൽ പോലും അല്പം സ്വല്പം രാഷ്ട്രീയം ആയിക്കൂടെ? ഒരു കാര്യം അറിയോ? വനിതകൾക്ക് അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ 33% സംവരണ വരാൻ പോണേ. അല്ലെങ്കിലും മനുഷ്യർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും കോരവക്കീലിന്റെ അജണ്ടയിൽ പറഞ്ഞിട്ടില്ലല്ലോ. പള്ളിയിൽ ധ്യാനത്തിന് പോകാൻ, അതുമല്ലെങ്കിൽ അമ്പലത്തിൽ നമുക്ക് ഉരുളി കമഴ്ത്തുന്ന ഒരു നേർച്ചയുടെ കാര്യം, ഒന്നിനും നിങ്ങൾക്ക് സമയമില്ല. ഒരു വിപ്ലവ പാർട്ടിയുടെ നേതാവ് ധ്യാനത്തിനൊക്കെ പോകാന്ന് പറഞ്ഞാല് എന്റെ ഇമേജ് മൂത്ത് നരയ്ക്കുന്നത് വരെ ഇമേജ് നോക്കിയിരുന്നോ? വന്നു വന്ന് ഇപ്പൊ തനിക്ക് തമാശ പറഞ്ഞാലും മനസ്സിലാവാണ്ടായി. ഈ ആനി പറയുന്നതിനപ്പുറം ഒരു കോരയുണ്ടോ? എവിടാന്ന് വെച്ചാലും നമുക്ക് പോകാം. പിന്നെ നമ്മൾ തന്നെ കൊതി തീരും വരെ ഒന്ന് സ്നേഹിച്ച് തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് ഒരു ചോട്ടാ കക്ഷിയുടെ ഇടിച്ചേറി വരണോ?